ഹായ് ഹിസ് മീ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടബിളിയുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈവ് ആസ്റ്റ് ഗോവാണ് ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് വിവേകാനന്ദ റോക്ക് സ്പെഷ്യാലിറ്റീസ്, വിവേകാനന്ദ പാറയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. വിവേകാനന്ദ റോക്ക് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്മാരകവും ഒരു പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രവുമാണ് വിവേകാനന്ദ പാറ എന്നത്. എല്ലാ വർഷവും അനേകാര്യങ്ങൾ സന്ദർശിക്കുന്ന ഇന്ത്യയിലെ തന്നെ വളരെ ഫേമസ് ആയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് വിവേകാനന്ദ റോക്ക്. ഇത് കന്യാകുമാരിയിൽ നിന്നും ഏകദേശം 550 മീറ്ററാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3 മഹാസമുദ്രങ്ങൾ ചേരുന്നിടത്താണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത്. 2 പാറകളാണ്. ഈ പാറകൾ സ്ഥിതി ചെയ്യുന്നത് 3 മഹാസമുദ്രങ്ങൾ ചേരുന്നിടത്താണ്. അതായത് ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും അതോടൊപ്പം അറബിക്കടലും, ഈ 3 മഹാസമുദ്രങ്ങൾ ചേരുന്ന ഭാഗത്താണ് ഈ വിവേകാനന്ദ റോക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ ലക്കാദ്വീപ് കടലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതൊരു മറ്റൊരു പ്രത്യേകതയാണ് വിവേകാനന്ദ റോക്ക്. 2 സ്മാരകങ്ങളാണ് ഇവിടെയുള്ളത്. ഒന്ന് വിവേകാനന്ദ സ്മാരകവും മറ്റൊന്ന് ശ്രീപാദ സ്മാരകവും. അങ്ങനെ 2 സ്മാരകങ്ങളാണ് ഇതിലുള്ളത്. ഇത് നിർമ്മിച്ചത് 1970 സെപ്റ്റംബർ 2-നാണ് ഇത് നിർമ്മിച്ചത്. 1970 സെപ്റ്റംബർ 2-ന് ഇത് നിർമ്മിച്ച് ടൂറിസ്റ്റുകൾക്കായിട്ട് തുറന്നു കൊടുത്തു 1970. ഇതിൻ്റെ ഐതിഹ്യമനുസരിച്ച് പണ്ട് വിവേകാനന്ദൻ ഇവിടെ വരികയും കന്യാകുമാരിയിൽ വരികയും കടലിൽ നീന്തിക്കടന്ന് ഈ പാറയിൽ കയറി അവിടെ ഇരുന്ന് തപസ് ചെയ്ത് 3 പകലും 3 രാത്രിയും അവിടെ ഇരുന്ന് തപസ് ചെയ്ത് ധ്യാനത്തിലിരുന്നുവെന്നാണ് വിശ്വാസം. ബോധോദയത്തിന് വേണ്ടി അവിടെ ഇരുന്ന് ധ്യാനത്തിനിരുന്നുവെന്നാണ് വിശ്വാസം. ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇതിന് വിവേകാനന്ദ പാറ എന്ന പേര് കൊടുക്കുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. അതോടൊപ്പം മറ്റൊരു ഐതിഹ്യമുണ്ട്. അതായത് കൃഷ്ണൻ്റെ സഹോദരിയായ കന്യാകുമാരി ദേവി ശിവഭക്തിയിൽ ഇവിടെ താമസിച്ചിരുന്നതായിട്ട് മറ്റൊരു ഐതിഹ്യവുമുണ്ട്. അങ്ങനെ 2 ഐതിഹ്യങ്ങൾ ഈ പാറയ്ക്ക് പിന്നിൽ വിശ്വസിക്കപ്പെടുന്നുണ്ട്. വിവേകാനന്ദ പാറ കന്യാകുമാരിയിൽ നിന്നും ഏകദേശം 550 മീറ്ററാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ തന്നെ, അതോടൊപ്പം രാജ്യത്തിലെ തന്നെ വളരെ പ്രശസ്തമായ, ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് കന്യാകുമാരിയിലെ ഈ വിവേകാനന്ദ പാറ എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.